മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തിലെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. മനുഷ്യൻ്റെ ജീവിതത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക, ദൈവത്തിൻ്റെ സഹിത്വം ആസ്വദിച്ച് ജീവിക്കുക തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ബൈബിളിൽ ഉണ്ട്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞ ബൈബിളിലെ വാക്യമുണ്ട്. അതുപോലെ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളുണ്ട്. വിവാഹത്തിൻ്റെ ഉദ്ദേശം, വിവാഹത്തിൻ്റെ പ്രാധാന്യം, ഈ രണ്ട് വിഷയങ്ങളാണ് ഈ തുടർമാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോഴേ വിവാഹവും കുടുംബജീവിതവും ഇത്ര പ്രാധാന്യമുള്ളതാണോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ആൻഡ് കൾച്ചർ നോക്കിക്കഴിയുമ്പോൾ ഇതിനൊന്നും ആരും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. കാരണം മോറോവർ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞു, നമ്മൾ ഇണയെ തേടി പോകുന്നവരാണ്. ഇണയെ തേടി പോകുന്നവരാ മൃഗങ്ങളാണ് ഇണയെ തേടി പോകുന്നത്. നമുക്ക് ദൈവം ഒരുക്കിയത് തക്ക തുണയാണ്. അത് നമ്മൾ പറഞ്ഞതാണ്. തക്ക തുണയാണ് ദൈവം ഒരുക്കുന്നത്. തക്ക തുണയെ ഒരുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോടുകൂടി വെയിറ്റ് ചെയ്യുകയാണ് ആവശ്യമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ തക്ക തുണ വന്നു ചേരുക, അതിന് വേറെ രീതിയിൽ പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ആണ്. മാരേജ് ഇസ് എ പാർട്ട്ണർഷിപ്പ്. അതൊരു തക്ക തുണയാണ്, പങ്കാളിത്തമാണ്. ദൈവം വിവാഹം സ്ഥാപിച്ചതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് പങ്കുവയ്ക്കലിൻ്റെ ഒരു ജീവിതമാണ്. കുടുംബജീവിതത്തിൽ മാത്രമല്ല പങ്കുവയ്ക്കൽ ഉള്ളതെന്ന് നമുക്കറിയാം. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവ് പങ്കുവയ്ക്കുന്നതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ കുടുംബജീവിതത്തിന് പുറത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ലിവിങ്ങിലും ഈ ഷെയറിങ് ഹാബിറ്റ് നമുക്കുണ്ട്. ഈ ഷെയറിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിസോഴ്സസ്, നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊക്കെ പറയുമ്പോഴേ ഈ റിസോഴ്സസ് ഷെയറിങ് ഉണ്ട്. അതുകൊണ്ട് ദൈവം എപ്പോഴും ഒരു ബന്ധങ്ങളുടെ ദൈവമാണ്. അതെപ്പോഴും ഓർത്തിരിക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ലോകത്ത് ജീവിച്ചൊന്നും ചെയ്ത് നേടാനായിട്ടില്ല. നമുക്കൊരു കമ്മ്യൂണിറ്റി ലിവിങ് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഇന്ന് കമ്മ്യൂണിറ്റി ലിവിങ് കുറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് ഫ്ലാറ്റുകളുണ്ട്, ഫ്ലാറ്റുകളിലുള്ള താമസമുണ്ട്, വില്ലകളിലുള്ള താമസമുണ്ട്. അവിടെയൊക്കെ റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ റെസിഡൻറ്റ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് അവർ മീറ്റിങ്ങുകളും വാർഷിക മീറ്റിങ്ങുകളും ഒക്കെ കൂടാറുണ്ട്. എന്നാൽ വലിയ മതിലിൻ്റെ ഇടയിൽ രണ്ട് പട്ടികളും വലിയ ഒരു മതിലിൻ്റെ ഇടയിൽ പലപ്പോഴും ജീവിതം അടഞ്ഞിരിക്കുന്നതുകൊണ്ട് റിലേഷൻഷിപ്പും കമ്മ്യൂണിക്കേഷനും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പലപ്പോഴും എന്തോ കമ്മ്യൂണിക്കേഷനാണ് ഉള്ളത്. ഫോണിൽ കൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഈവൻ വലിയ ഫ്ലാറ്റുകളിലൊന്നും ആളിനെ കയറ്റി വിടുകയില്ല. സെക്യൂരിറ്റി ഫ്രണ്ടിലിരിപ്പുണ്ട്. സെക്യൂരിറ്റി ഫ്ലാറ്റിലേക്ക് വിളിച്ചിട്ട് ചോദിക്കും, ഇന്നാര് വന്നിട്ടുണ്ട്, കടത്തി വിടണോ വേണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ കയറ്റി വിടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ രീതിയിലുമുള്ള റിലേഷൻഷിപ്പ് പഴയ ഒത്തിരി വ്യത്യാസമായി. ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. ഗ്രാമങ്ങളിലെ ഉത്സവങ്ങൾ ആചരിക്കുന്ന സമയത്ത് ക്രിസ്മസ്, ഓണം, ഇങ്ങനെയുള്ള മുസ്ലിങ്ങളുടെ പെരുന്നാളുകളൊക്കെ ആഘോഷം, എല്ലാവരും അന്യോന്യം സദ്യയിൽ പങ്കെടുക്കുകയും അന്യോന്യം ഷെയർ ചെയ്യും. ഒരാവശ്യം അടുത്തൊരു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് കാസ്റ്റോ കമ്മ്യൂണിറ്റി ആയാലും ഓടിപ്പോയി അവരെ സഹായിക്കുകയും അവരോട് കൂടിയിരിക്കുകയും അവരുടെ പ്രാർത്ഥനകളിൽ പോലും പങ്കെടുക്കുകയും അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു മനസ്ഥിതി ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് മുരടിച്ചു പോയി എന്ന് കാണുന്നു. പങ്കാളിത്തം, പാർട്ണർഷിപ്പ്. ഇതേപോലെ തന്നെ ജീവിതത്തിലും വിവാഹ ബന്ധത്തിലുമൊക്കെ ഒരുപാട് വിള്ളലുകൾ എന്ന് വന്നുപോയി. നേരത്തെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്. ഒരു പെൺകുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, ഞാൻ കല്യാണത്തെക്കുറിച്ചുള്ള ചിന്ത എന്താണ് നിങ്ങൾ കല്യാണത്തെക്കുറിച്ച് പറയുന്നത്? അത് എനിക്കിഷ്ടമുള്ള ഒരാളിനെ കണ്ടുപിടിച്ച് ഞാൻ അയാളോട് ചോദിച്ചിട്ട് എൻ്റെ വീട്ടുകാരുടെ പെർമിഷനോടുകൂടി ഞാൻ കുറച്ച് നാൾ അയാളോട് താമസിച്ച് നോക്കും. ഐ വിൽ ട്രൈ. എനിക്ക് നേരത്തെ പറഞ്ഞാൽ നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ലാതെയാണ് നമ്മൾ കല്യാണത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. വി വിൽ ട്രൈ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ഒക്കെ പൊരുത്തമായിട്ട് പോവുകയാണെങ്കിൽ വി വിൽ ഗോ ആൻഡ് മാരി. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് ഇന്ന് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പാർട്ട്ണർഷിപ്പിനെയൊക്കെ ഒരുപാട് പുതിയ ഡയമെൻഷൻസ് കണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നു. എന്നാൽ ബിബ്ലിക്കൽ പ്രിൻസിപ്പിള് അതിൽ നിന്നൊക്കെ വിഭിന്നമാണ്. ദൈവം വിവാഹം സ്ഥാപിച്ചത്
അത് പരിശുദ്ധവുമാണ്. ഞാൻ അതിലേക്ക് വരാം. ദൈവം ബന്ധങ്ങളുടെ ദൈവമാണെന്ന് ഞാനിപ്പം പറഞ്ഞുകൊണ്ട് വന്നു. കാരണം ദൈവത്തിന് തന്നെ, ദൈവം ട്രൈയൂൺ ഗോഡാണ്. ഈ ദൈവത്തിന് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് റോൾസിലെ ഡിഫറൻസ് ഉണ്ടെങ്കിലും എസൻസിൽ ഒന്നായിരിക്കുന്ന സ്നേഹത്തിലുള്ള വലിയൊരു ബന്ധമുണ്ട്. അതേ രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി അതേ രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴേ, ആ മനുഷ്യനും അവനുമായിട്ട് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും അതേപോലെ തന്നെ ആണ് ഇരിക്കേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാനല്ല ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിൽ മനുഷ്യൻ്റെ ഒന്നാമത്തെ ബന്ധം ദൈവവുമായിട്ടാണെന്ന് നമുക്കറിയാം. എന്നാൽ ഏറ്റവും വലിയ ബന്ധം ഈ ഭൂമിയിൽ അവൻ്റെ ഭാര്യയോടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അവൻ്റെ ഭാര്യയോടാണ്. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുമ്പോൾ നോക്കേണ്ട കാര്യം, ഭാര്യയെ സെലക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞു ഉറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു, എന്നാലും ഉറങ്ങിയാൽ മതി, എന്നാൽ പ്രാർത്ഥനയോട് ഉറങ്ങുക എന്ന് പറയുമ്പോഴും വി ഷുഡ് ഗോ ഫോർ എ സെർച്ച്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ഒരു ആവശ്യക്കാരൻ, നമ്മളൊരു അന്വേഷണത്തിന് പോകാറുണ്ട്. സാധാരണ എന്ത് അന്വേഷണമാണ് ഉള്ളത്? മനോരമയിലോ മാതൃഭൂമിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യും. അഡ്വർടൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നോക്കുന്നത്? ചെറുക്കൻ UK-ലാണ്, അതുകൊണ്ട് പെണ്ണും UK-ലായിരിക്കണം. അതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ പലപ്പോഴും കല്യാണം, അവന് ഒരാഴ്ചത്തെ അവധിയേ ഉള്ളൂ, അതുകൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ എയർപോർട്ടിനടുത്ത് തന്നെ വെച്ചൊരു ഹോളിൽ കല്യാണം കഴിച്ചിട്ട് തിരിച്ചു പോകണം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെയൊന്നും അല്ല ഒരു കല്യാണം നമ്മൾ അറേഞ്ച് ചെയ്ത് നടത്തുകയും ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ട്, കല്യാണം ചിന്തിക്കുമ്പോൾ ABCDEFGHIJK അങ്ങോട്ട് പോകുന്ന ഇതെല്ലാം നോക്കണം. ഓരോന്ന് A എന്ന് പറയുന്ന ഏജ്, B ബ്യൂട്ടി, C ക്യാരക്ടർ, D ഡവറി, E എഡ്യൂക്കേഷൻ, F ഫാമിലി, അങ്ങനെ G ഗോൾഡ്, ഇങ്ങനെ അങ്ങ് പോവാണ്. അതായത് Z വരെ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ഉള്ള രീതിയിൽ നോക്കി കല്യാണം നടത്തുന്നവർ. എന്നാൽ ജീവിതം പങ്കുവയ്ക്കാൻ പറ്റിയ ഒരാളെയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടത്. ജീവിതം പങ്കുവയ്ക്കാൻ പറ്റിയ ഒരാളെയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടത്. ഈ വിവാഹത്തിൽ കാണുന്ന വിചിത്രമായിട്ടുള്ള ക്രൈറ്റീരിയ ഒന്നുമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹി ഓർ ഷീ ഈസ് വില്ലിംഗ് ടു ഷെയർ മൈ ലൈഫ്. എൻ്റെ ജീവിതവും പങ്കുവയ്ക്കപ്പെടുക, അത് അതേ രീതിയിലായിരിക്കണം. ഇന്ന് പലരും മാരേജ് ചെയ്യുന്നത് ഫോർ റോങ് റീസൺസിനാണ്. പലതായിട്ടുള്ള റോങ് റീസൺസ് ഉണ്ട് ഇന്ന് മാരേജ് ചെയ്യുന്നത്. അത് ദൈവത്തിൻ്റെ പർപ്പസ് അല്ല. എന്താണ്? പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയെ നോക്കാൻ ആളില്ല, അതുകൊണ്ട് ഒരു കല്യാണം. അമ്മയെ നോക്കാനായിട്ടാണ് കല്യാണം. ദൈവം വിവാഹം സ്ഥാപിച്ചപ്പോൾ നമുക്കറിയാം, ദൈവം വിവാഹം സ്ഥാപിച്ച സമയത്ത് ഇതിനകത്ത് ജനസിസ് 2:24 അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് അപ്പനും അമ്മയും ഇല്ല. ആദ്യത്തെ അപ്പനും അമ്മയും എന്ന് പറയുന്ന ആദാമും ഹവ്വയാണ്. ആദാമും ഹവ്വയുടെ കാര്യം അവിടെ പറയുന്നത്. അതുകൊണ്ട് അമ്മയെ നോക്കാൻ ആളില്ല, അതുകൊണ്ടൊരു കല്യാണം കഴിക്കണം. ദൈവം വിവാഹം സ്ഥാപിച്ചപ്പോൾ അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. അമ്മയെ നോക്കാനായിട്ട് ഇപ്പം ആളില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജോലിക്കാരിയെ നിർത്തണം, അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. എന്നാൽ അമ്മയെ നോക്കണ്ടെന്നല്ല പറയുന്നത്. കല്യാണം കഴിച്ചാൽ ആ ഉത്തരവാദിത്വം അമ്മയോടല്ല, അമ്മയെ നോക്കണം, ആവശ്യമാണ്, സുഖമില്ലെങ്കിൽ നോക്കണം, ആശുപത്രി കൊണ്ടുപോകണം. അതിനല്ല പക്ഷെ കല്യാണം കഴിക്കേണ്ടത്. ചില ആളുകളുണ്ട് കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? വിദേശത്ത് പോകാനാണ്. പെണ്ണ് വിദേശത്താണ്, അതുകൊണ്ട് വിദേശത്ത് പോകണം. അല്ലെങ്കിൽ ചെറുക്കൻ വിദേശത്താണ്, വിദേശത്ത് പോകണം. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ മുൻനിർത്തി ഒരിക്കലും കല്യാണം കഴിക്കാൻ, തെറ്റായിട്ടുള്ള പർപ്പസ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നേരത്തെ നമ്മൾ പറഞ്ഞു, അവർ അൾട്ടിമേറ്റ് എയിം ആൻഡ് പർപ്പസ് ഫോർ ദ മാരേജ് ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്നോട് ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരാൾ എങ്കിൽ മാത്രമേ ഞാൻ വിവാഹം കഴിക്കാം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അടിസ്ഥാനം തെറ്റിയാൽ ഭിത്തിയിൽ വിള്ളൽ വീഴും. അടിസ്ഥാനം തെറ്റിയാൽ ഭിത്തി ഇടിഞ്ഞു പോകും. കഴിഞ്ഞ ദിവസം ഒരു വാഷിങ്ടണിലെ ഒരു അഡ്വർടൈസ്മെന്റ് കാണാനായിട്ടിടയായി. അതിനും ഇന്ത്യയിലും വരും. പെൺകുട്ടി ഇട്ടിരിക്കുകയാണ്, പുരുഷന്മാരെ മാരേജിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. അതിൽ
ഇട്ടിരിക്കുന്നത് പട്ടിയുടെ ഒരു ബ്രാൻഡ് ഫോട്ടോ ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. പട്ടി ഇന്ന പട്ടിയാണ് എനിക്കുള്ളത്, അത് ഇന്ന ബ്രാൻഡാണ് ആ പട്ടി. അതിൽ ആ പട്ടിയുള്ള വീട്ടിലേ ഞാൻ മാരീഡ് ആവുള്ളൂ എന്ന് പറയുന്ന ഒരു കൾച്ചർ. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണല്ലോ ഡോഗും അതിനെ വളർത്തലും അതിൻ്റെ റിക്രിയേഷനും അതിൻ്റെ അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തലും ഒക്കെ ഉള്ള ബിസിനസ് ആയിരിക്കാം, എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ കേട്ടു, ഇങ്ങനെയുള്ള ഒരു സ്റ്റൈലിലുള്ള മാരേജ് എന്ന് വെച്ചാൽ അതിനെ കല്യാണം കഴിക്കുന്ന ആരാ? പട്ടികളാണ് അവിടെ കല്യാണം കഴിക്കുന്നത്. ഞാൻ അതിന് പുറകെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അതിന് ദൈവിക കാഴ്ചപ്പാടിലുള്ള വിവാഹം ഇങ്ങനെയൊന്നുമല്ല. ഇപ്പം പണ്ട് ഈ പഞ്ചാബിലൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ഈ ജെയിൻ വർഗ്ഗക്കാരും അതുപോലെ ഉള്ളവർ കല്യാണം കഴിക്കുമ്പോൾ വീട്ടിൽ ഇത്ര നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് ഉണ്ട്, എൻ്റെ വീട്ടിൽ ഇത്ര നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കൃഷിക്കാരനാണ്, അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ 12 ട്രാക്ടറുണ്ട്, എനിക്ക് ഇത്ര ഏക്കർ സ്ഥലമുണ്ട്, അതുകൊണ്ട് നിൻ്റെ വീട്ടിൽ 12-ൽ കൂടുതൽ ട്രാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെയുള്ള ആ രീതിയിൽ അന്ന് ഈ കമ്മ്യൂണിറ്റിയിലെ പഞ്ചാബിലൊക്കെ അഡ്വർടൈസ്മെന്റ് ഉണ്ടായി എന്ന് കാണുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ ഫോർ റോങ് റീസൺസ് ഓഫ് മാരേജാണ്. ഇതല്ല മാരേജിൻ്റെ പർപ്പസ്. ദൈവത്തിൻ്റെ പർപ്പസ് അനുസരിച്ച് ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യാണ് മാരേജിൽ ചെയ്യേണ്ടത്. ഞാൻ ഇന്ന് ഒറ്റയൊരു കാര്യം പറഞ്ഞുള്ളൂ, ഇറ്റ് ഈസ് ഫോർ പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു കാര്യം. നമ്മുടെ മാരേജൊക്കെ പാർട്ട്ണർഷിപ്പിനാണ്, അതുകൊണ്ട് റോങ് റീസൺസിന് നമ്മൾ മാരേജ് ചെയ്യരുത് എന്നുള്ള ഒറ്റ കാര്യമാണ് പറഞ്ഞത്. ബൈബിളിൽ ഇനിയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റെഫറൻസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. മലാക്കിയുടെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, 14-ഉം 15-ഉം വാക്യം ഞാനൊന്ന് വായിച്ചു കേൾക്കും. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു, യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന ഒരു യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യ സാക്ഷിയായിരിക്കുന്നതുകൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. ലേശം പോലും സുബോധം ശേഷിച്ചിരിക്കുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്ത് ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതി അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുവീൻ, തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഇവിടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് മാരേജിലുള്ള റിലേഷൻഷിപ്പ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഹവ്വായെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവള് അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണ് എന്ന് ആദം പറയുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് എന്താണ്, അവൾ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭർത്താവിനോട് പറ്റിച്ചേരും, അവര് ഒരേ ശരീരമായി തീരും. ഇതെല്ലാം തന്നെ ശരിക്കും ക്രിസ്ത്യൻ മാരേജിനകത്ത് പറയുന്ന ചില കാര്യങ്ങളാണ്, ക്രിസ്ത്യൻ മാരേജിന്റെ സമയത്ത് പറയുന്നതാണ്. അതുകൊണ്ട് ഈ സ്നേഹബന്ധത്തിന്റെ ആഴം ഏറ്റവും പ്രധാനമാണ്. സ്നേഹബന്ധത്തിന്റെ ആഴം, ആദ്യ കുടുംബ ബന്ധം ഒരു ഉടമ്പടിയാണ്. അവിടെ ഒരു ഉടമ്പടിയുണ്ട്, അതിൽ ദൈവവും ഭാഗവാക്കായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൽ ദൈവവും ഭാഗവാക്കായിരുന്നു. ഇതിൽ പറയുന്നുണ്ട്, നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്ക് മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ യഹോവ നിന്റെ അവിശ്വസ്തതയെ ക്ഷമിക്കുകയില്ല. യഹോവ അന്ന് സാക്ഷിയായിരുന്നു എന്നാണ് നിന്റെ മാരേജിൽ. കാരണം ദൈവം ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതുകൊണ്ട് ദൈവം അതിൻ്റെ സാക്ഷിയാണ്. നമ്മൾ മാരേജിൻ്റെ സെറമണിയിൽ പറയുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദൈവം സാക്ഷി ആയിക്കൊണ്ടാണ് ആ ഉടമ്പടി വാക്യങ്ങൾ അന്യോന്യം ഏറ്റുചൊല്ലുന്നത്. നിന്റെ യൗവനത്തിലെ ഭാര്യയുമായിട്ട് ഉടമ്പടിയിൽ ദൈവം പറയാണ്, ഞാനൊരു സാക്ഷിയാണ്. അന്നേരം അനേകം വർഷത്തിന് ശേഷം അവിശ്വസ്തത കാണിച്ചപ്പോൾ ദൈവം അതിനകത്ത് ഇടപെടുകയാണ് ആ മലാക്കി പ്രവചനത്തിൽ കൂടി. അതുകൊണ്ട് ദിസ് എ കവനന്റ് റിലേഷൻഷിപ്പ്. അന്നേരം അവിടെ ഒരു വലിയ പ്രാധാന്യമുണ്ട്. നേരത്തെ പറഞ്ഞ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു കവനന്റ് റിലേഷൻഷിപ്പാണ്. അവിടെ അവിശ്വസ്തത പാടില്ല. അദർശനായ ദൈവം സാക്ഷിയാണ്. വിവാഹ ഉടമ്പടിയിലെ ആ അദർശനായ ദൈവം സാക്ഷിയാണ് എന്ന് ഞാൻ ഒരേ ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. വിവാഹ ജീവിതത്തിലെ ഭാര്യയും ഭർത്താവും ദേ ആർ പാർട്ട്നേഴ്സ് എന്നുള്ള ഒറ്റ കാര്യമാണ് പറയാൻ ആഗ്രഹിച്ചത്. അതെന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ഫോർ ദ പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു പോയിന്റാണ് വന്നത്. ഇനി തുടർന്ന് 4-5 പോയിന്റ് ഇതിനകത്തോട് ചേർന്ന് പറയാനുണ്ട്. എനിക്ക് ഒന്ന് 2-3 എപ്പിസോഡ് കൊണ്ടേ തീരുള്ളൂ. വൈ വി ഷുഡ് മാരി എന്നുള്ള കാര്യം, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇന്ന് കല്യാണം കഴിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. അതിനെക്കുറിച്ചും ഉള്ള ചിന്തകൾ അതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കാം.
ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം നമ്മൾ ഓർക്കുക, ദൈവമാണ് വിവാഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ദൈവമാണ് കൂട്ടിച്ചേർക്കുന്നത്. കൂട്ടിച്ചേർക്കൽ പ്രക്രിയയിൽ ദൈവം സാക്ഷി എന്ന് പറയുന്ന ഭാഗമാണ് മലാക്കി 2 നിന്ന് എടുത്തു പറഞ്ഞ ഹിന്ദു. അതുകൊണ്ട് അവിശ്വസ്തത പാടില്ല, ആ പാർട്ണർഷിപ്പിൽ അവിശ്വസ്തത പാടില്ല എന്ന് പറഞ്ഞു. തീർച്ചയായും ഇത് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ചില ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ദൈവം വെളിപ്പാടുകൾ തരും, അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവിടെയൊക്കെ ഡെലിവറൻസ് തീർച്ചയായും ദൈവം അയക്കും. അവിടെ നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങളുടെ വിഷയമാണെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങൾക്ക് ആ ഒരു റിലീസ് തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കാം. ക്രിസ്തീയ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ കർത്താവേ, ഫാമിലി എത്ര പ്രാധാന്യമുള്ളതാണ് നീ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് എന്ന് ഞങ്ങളത് ചിന്തിക്കുന്നു. അതനുസരിച്ച് ഞങ്ങളെ കർത്താവെ പല ചിന്തകൾ ഇവിടെ ഷെയർ ചെയ്യുമ്പോഴേ അതൊക്കെ ക്രിസ്ത്യൻ ഫാമിലീസിൻ്റെ എഡിഫിക്കേഷൻ ഉറപ്പിക്കുന്നതിന് കാരണമായി തീരണമേ. എന്തെങ്കിലും ടേക്ക് അവേ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ചിന്തിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുവാനായിട്ട് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിബ്ലിക്കലായിട്ടുള്ള കൺസെപ്റ്റുകളും ബിബ്ലിക്കലായിട്ടുള്ള ചിന്തകളുമാണല്ലോ ഞങ്ങളെ ഇവിടെ ഡിസ്കസ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ ബലപ്പെടുത്താനായിട്ട്, കുടുംബജീവിതത്തിലെ ബന്ധങ്ങൾ ഉറപ്പിക്കാനായിട്ട് കർത്താവെ ഇത് ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരായി കർത്താവെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ കൊടുക്കണമേ. ചില വ്യക്തികളെ, ചില രോഗങ്ങളെ, കുടുംബ ബന്ധത്തിലെ ചില രോഗങ്ങൾ കുടുംബത്തിൽ ഉണ്ട്, ഭാര്യയ്ക്കും ഭർത്താവിനും അവരുമായിട്ട് ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്ന ചില രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്നതെല്ലാം പൊട്ടി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില രോഗങ്ങൾ പ്രത്യേകിച്ച് അലർജിയുമായിട്ട് ബന്ധപ്പെട്ടോ സോറിയാസുമായിട്ട് ബന്ധപ്പെട്ടോ ചില രോഗങ്ങളാണ്. അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വിട്ടുമാറി കർത്താവ് കുടുംബജീവിതം ബലപ്പെടുകയും അന്യോന്യം അൺഫോർഗീവ്നെസ് മാറ്റി അന്യോന്യം പഴിക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചിരുന്ന് ദൈവകൃപ പ്രാപിപ്പാനായിട്ട് കുടുംബമായിട്ട് അവരെ സഹായിക്കും ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വാച്ച് ചെയ്യണം. ഇത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രെയർ റിക്വസ്റ്റുകൾ നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ ഇടുക. കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ അതനുസരിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്കത് റെസ്പോണ്ട് ചെയ്യും. അതിന് ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് ഉത്തരം തരികയും ചെയ്യാം. അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഫോണിൽ വിളിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കുകയോ വിവരങ്ങൾ അറിയുകയോ ചെയ്യണമെങ്കിൽ ചോദിക്കാം. വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്താലും അത് ഡയറക്റ്റ് എനിക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്കതിൽ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.